ഓക്കെ, ഈ കോമഡി സൂപ്പർ നൈറ്റിലേക്ക് വരുമ്പോ കോമഡി സൂപ്പർ നൈറ്റിൽ സുരാജേട്ടന്റെ ആങ്കർ ആയത് ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. അതായത് സുരാജേട്ടന്റെ വേറെ ഒരു ഫേസ് നമ്മൾ യൂഷ്വലി കൊമേഡിയൻ ആയിട്ടും കണ്ടിട്ടുണ്ട്, സീരിയസ് റോൾസിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ആസ് എൻ ആങ്കർ വേറെ ഒരു ഫേസ് ആയിരുന്നു. ഈ സുരാജേട്ടൻ ആസ് എൻ ആങ്കർ വന്നത് ആരുടെ ഐഡിയ ആയിരുന്നു? ആങ്കറിങ് എന്ന് പറഞ്ഞാല് അതിനു മുമ്പ് ഒരു വേറെ സ്റ്റോറി ഉണ്ട്. ഞാൻ ഫ്ലോവേഴ്സിൽ ജോയിൻ ചെയ്യണ ഇടുമ്പോൾ മഴവിൽ മനോരമയിലായിരുന്നു ഒരു 3.5 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ കോമഡി ഫെസ്റ്റിവലൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് സുരാജേട്ടനായിട്ട് നല്ല അടുപ്പമുണ്ട്. ആ സമയത്ത് തന്നെ ഇതുപോലൊരു ഓണക്കാലം അടുപ്പിച്ച് വരുന്ന സമയത്ത് ഞാനതിനൊരു ആഗ്രഹം പറഞ്ഞു, ഒരു ബിയേഡ് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വില്ലന്മാരും കോമഡിമാരും തമ്മിൽ ഏറ്റുമുട്ടുന്നു, ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞൊരു എക്സ്പെരിമെന്റ് നടത്താണ്. അതിന്റെ ആങ്കറായിട്ടാണ് സുരാജേട്ടൻ വരികയാണ്. അത് എപ്പോഴും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അന്നൊന്നും അത്രയും സോഷ്യൽ മീഡിയ അത്ര സജീവമായിട്ടില്ല. ഷോ നടന്നു വില്ലന്മാരും കൊമേഡിയൻസ്. അതങ്ങനെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഉണ്ടായി. ആ സമയത്ത് വന്നു ഒരു 1 hour എപ്പിസോഡ് ചെയ്ത് ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടി. സുരാജേട്ടനൊക്കെ ആ സമയത്ത് അടുപ്പമുള്ളതുകൊണ്ട് സുരാജേട്ടൻ ആ സമയത്തൊക്കെ നാഷണൽ അവാർഡ് വാങ്ങിച്ച സമയമായിരുന്നു. ആ സമയത്ത് വന്ന് നമ്മൾ സംസാരിച്ചു. അങ്ങനെ ഒരു ഭാഗം അങ്ങനെ മാറി കിടപ്പുണ്ടായിരുന്നു, കണക്ഷൻ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ സുരാജേട്ടനെ ഒരു അതിലേക്ക് സുരാജേട്ടൻ വേറെ ഷോസ് ഒന്നും ആങ്കർ ചെയ്തിട്ടില്ല ആ സമയത്തൊന്നും. പക്ഷെ എവിടേക്കോ പുള്ളി അങ്ങനെ ചെയ്ത് കാണണോ കണ്ടോ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ബട്ട് എന്റെ അറിവില്ല, അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട്. അപ്പൊ അത് എന്റെ ഒരു മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഫ്ലവേഴ്സ് തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ സജഷൻ വെക്കുന്നു. അപ്പൊ എന്റെ ഹെഡ്സ് എല്ലാം പറയുന്നു ഓക്കെ നമുക്ക് ഇതാവും. എങ്ങനെയാ വേണ്ടതെന്നും എങ്ങനെ വരികയെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിക്കൊന്ന് മേക്ക് ചെയ്ത് വേറൊരു മേക്ക് ഓവറിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ സുരാജേട്ടനെ സമീപിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഹെഡ്സ് എല്ലാം സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു നല്ല സജഷനാണ്, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്രോച്ച് ചെയ്തു. അപ്പോഴും സുരാജേട്ടനും എനിക്കും ധാരണയില്ല ഇത് എങ്ങനെ വരുമെന്ന്. നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട് ഇത് എങ്ങനെ പോകുന്നുള്ളത്. പിന്നെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞു. സുരാജേട്ടന് തീരെ കംഫർട്ട് ആവുന്നില്ല ഈ കോട്ട സ്യൂട്ടൊക്കെ ഇട്ട് നിക്കാന്നൊക്കെ പറയുമ്പോ എന്റെ അടുത്ത് വന്ന് ചോദിക്കും എന്തിനാടാ അതൊക്കെ. ഞാനാണെങ്കിൽ ഉണ്ടാക്കി എടുത്ത ഞാൻ പറഞ്ഞു ചേട്ടാ നോക്കാം നമുക്ക്. പിന്നെ അതെങ്ങനെ അപ്രോച്ചായി. പിന്നെ സുരാജേട്ടൻ 2 ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ചോദിക്കും അടുത്ത ആഴ്ച കോട്ടില്ലേ, പുതിയ കോട്ടില്ലേ. സുരാജേട്ടൻ ഇപ്പോഴത്തെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ ടോൺഡ് ആൻഡ് ട്രിം ആയിട്ട്, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നു എന്ന് തോന്നുന്നു. വെൽ ഡ്രസ്ഡ് ആയിട്ട് പെർഫെക്റ്റ് പക്ക ലുക്കില് അല്ലെ, അതിനുള്ളൊരു മോട്ടിവേഷൻ അവിടെ നിന്നായിരിക്കും. അന്ന് അത് കണ്ട് ഇഷ്ടപ്പെട്ടു. അല്ല, സുരാജേട്ടന് ആ സമയത്ത് അതൊക്കെ ഇടാൻ തുടങ്ങിയതിനു ശേഷം സുരാജേട്ടൻ ഭയങ്കര കോൺഫിഡന്റ് കൂടി കുറച്ചും കൂടെ. അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും അടച്ചുള്ളൂ എന്താ കോസ്റ്റ്യൂം. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും റെഡിയാക്കി ആ ഒരു പാറ്റേൺ നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്യും. പിന്നെ പുതിയ ചാനലല്ലേ, പുതിയ ലുക്ക് ആൻഡ് ഫീൽ, പുതിയ കാര്യം നമ്മുടെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഉണ്ട്. ബട്ട് അവരെങ്ങനെ വേറെ രീതിയിൽ നമുക്ക് അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവരാം. അങ്ങനെയായിരുന്നു അതിന്റെ തുടക്കം. അത്യാവശ്യം അത് നല്ല രീതിയിൽ ഓടി. പക്ഷെ ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അത് കുറേ ഞാൻ അന്ന് ചെയ്ത എപ്പിസോഡിന്റെ ഒക്കെ ഇപ്പോഴും എനിക്ക് കട്ട് ചെയ്ത് പലരും അയച്ചു തരാറുണ്ട്. അതിലെ കുറെ സെഗ്മെന്റ്സുകൾ എല്ലാം ആ സമയത്ത് അത് ചെയ്തു. അന്ന് ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടി. അതും ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. സാധാരണ കോമഡിക്കൊന്നും അങ്ങനെ ഒരുപാട് കിട്ടാറില്ല. അതും ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. എന്തോ ദൈവാധീനം. അത് കിരീടത്തിലൊരു പൊന്തൂവലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. റിയാലിറ്റി ഷോസ് ആയിട്ടുള്ള എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഒരു പൊടിക്ക് ഡ്രമാറ്റിക് ആയിട്ടും വരാറുണ്ട് സാധനങ്ങൾ. അതായത് ഇപ്പം ഇവര് തമ്മിലുള്ള വഴക്കുകൾ ഉണ്ടായി. ഇപ്പൊ സ്റ്റാർ മാജിക്കിന്റെ കേസിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടായ പോലും അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വന്ന് ഒരു പൊടിക്ക് ഇപ്പൊ അനുബ്രോ നേരെ സ്റ്റേജിലേക്ക് കയറി വരുന്നു, ഒരാളെ വിളിച്ചോണ്ട് വരുന്നു. ഇതൊക്കെ നമ്മൾ കാണലുണ്ട്. അപ്പൊ ഇത് ആളുകൾ ചോദിക്കോ ഇത് ഇത്രയും ഡ്രാമാറ്റിക് ആക്കേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾക്ക് നോർമലായിട്ട് അങ്ങ് പോയാൽ പോരെയെന്ന് ചോദിക്കോ? ഞങ്ങള് 1-2 പ്രാവശ്യം അതുപോലെ ചെയ്തപ്പോ വന്നിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളൊന്നും ചെയ്യാറില്ല. അങ്ങനെ കാര്യം ചെയ്തിട്ട് എന്തിനാ. പണ്ടൊക്കെ എന്ന് പറയുമ്പോ ഒരു ഫ്ലോറിൽ ഒരു പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ഓടി ചെല്ലും. എന്തോ ഒരു ഈ അവസാനം ഞങ്ങളിപ്പോ ഒരു പ്രാങ്ക് ഫ്ലോറിൽ നടന്നു. ഞാൻ അറിയാതെ നടന്നൊരു പ്രാങ്ക് ആയി പോയത്. ഡയറക്ടർ അറിയാണ്ടൊക്കെ എടുക്കും. അത് അങ്ങനെ ഒരു സംഭവം നടന്നുപോയി. കാര്യം ഇപ്പൊ നോബിയും നമ്മുടെ ടീമും കൂടെ ഒരു ഗെയിമിന്റെ ഇടയിൽ വെച്ച് ചെറിയൊരു വാക്കേറ്റം സംഭവിച്ചു. പണ്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും അങ്ങനെ എപ്പിസോഡിലൊന്നും വിടാറില്ല. ചോപ്പ് ചെയ്ത് ചിലപ്പോ നമ്മൾ അതിന്റെ മൂഡ് ചേഞ്ച് ആവണം. അപ്പൊ ഇവര് തമ്മിൽ ഇതിനു മുമ്പ് ഫ്ലോറിന്റെ പുറത്തും വെച്ച് ഇതുപോലെ പ്രശ്നം വന്നപ്പോ ഞാൻ ഇടപെട്ടു.
അപ്പോൾ ഈ ഓഡിയൻസ് ഒക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കും. അപ്പോൾ നോബിയിൽ നിന്നപ്പോൾ ടീമിൻ്റെ അടുത്ത് എന്തോ പറഞ്ഞു, ടീമിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായി തുടങ്ങിയിട്ട്, 2 ദിവസമല്ല 2 സ്കെഡ്യൂൾസായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും വേണ്ട, അത് പറഞ്ഞ് ക്ലിയർ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള കോർഡിനേറ്റേഴ്സിനൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ മാറ്റി നിർത്താം, അതൊന്നും വേണ്ട, നമുക്ക് അതിനുള്ള നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സെറ്റിൽ ചെയ്യാം. അപ്പം അതൊക്കെ അപ്പോൾ കറഞ്ഞു പോയി. അതും കഴിഞ്ഞ് 2 സ്കെഡ്യൂൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ എന്തോ ആ ഒരു എപ്പിസോഡ് ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു കയറുക. അതിന് മുമ്പ് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കുശികളും ഇതൊക്കെ. അപ്പം ഞാനിത് എനിക്ക് തോന്നിയത് അത്ര സുഖമല്ല. അപ്പോൾ ഒരു ഗെയിം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ 2 ടീമിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ക്ലാഷായി. അപ്പം നോബി എപ്പോഴും പറയാറുണ്ട് എനിക്ക് ലിഗമെന്റ് പ്രോബ്ലമാണ്, അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ പറയും. അപ്പം ടീമെന്ന് പറഞ്ഞു ചേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങളെ കളിയാക്കണം എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പം എന്നെ കണക്ട് ചെയ്യുന്നത് നേരത്തെ നടന്ന ഇൻസിഡൻസ് ആണ്. അപ്പം എൻ്റെ കൂടെയുള്ള റൈറ്റേഴ്സ് എല്ലാവരും പറയുന്നുണ്ട്, അഖില് മധുച്ചേട്ടൻ എന്ന് പറയുന്നത് അതത്ര ശരിയല്ല, നടപടി അത് ശരിയാവും തോന്നുന്നില്ല. ഞാൻ അങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. നമുക്കിത് ഇത് ലൈവ് ഒന്നും പോകല്ലേ, എവിടെ വേണം കട്ട് ചെയ്യാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഇവരെന്നാ പറഞ്ഞു തീർക്കട്ടെ, എത്ര ദിവസമായി ഫ്ലോറിൽ. അപ്പം എനിക്കൊരു ചമ്മലുണ്ട്, നമ്മുടെ ആർട്ടിസ്റ്റ് തല്ലുകൊണ്ടും ഓഡിയൻസ് ഒന്ന് കണ്ടുകൊണ്ടിരിക്കണു, പിന്നെ ഗസ്റ്റ് ഉണ്ട് ബാല വന്നിരിക്കുന്നു. അപ്പം എനിക്കാ മോശം, അത് നമ്മളും അതിൽ ഇടപെടാത്തത്. അപ്പോൾ ആദ്യം അഖിൽ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു അഖില പോയി നോക്കുന്നത്. അഖിലും അവിടെ പോയിട്ട് അഖിലും അവരുടെ അടുത്ത് റേസ് ആവുക. അപ്പൊ റേസ് ആവുമല്ല വേണ്ട, ഇത് എങ്ങനെയും സെറ്റിൽ ആവുന്നില്ല അത്. അപ്പൊ ഞാൻ 5 മിനിറ്റ് ഞാൻ ഇറങ്ങി ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ക്യാമറ കട്ട് ചെയ്തോ, ഞാൻ പോയി സെറ്റിൽ ചെയ്തിട്ട് വരാം, ഇത് നമുക്ക് വിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ സൈഡിൽ ഓൺലൈൻ സ്വിച്ചറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടത്, ഞാൻ പതുക്കെ ഇറങ്ങിപ്പോയി. അവിടെ ചെന്ന് ഇവർ രണ്ടുപേരും പിടിച്ചിട്ട് കിട്ടണില്ല, ഇവർ ഭയങ്കര ഉടക്ക്. ഞാൻ പിടിച്ച് ടീമിനെ പിടിച്ച് തള്ളി അങ്ങോട്ട് മാറ്റി നോബിയോടെ പോയിരിക്കുന്നൊക്കെ പറഞ്ഞ വഴിക്ക് നോബി ഒന്ന് എൻ്റെ കേട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇവരത് ഞാനതിനു മുമ്പ് എല്ലാവരെയും ഫ്ലോറിലിട്ട് പ്രാങ്ക് ചെയ്തിരുന്നു. ഒരു പ്രോഡക്റ്റിന്റെ അഡ്വർടൈസിങ് പോലെ ഒരു പ്രാങ്ക് കൊടുത്തിരുന്നു. അതിൽ തിരിച്ച് പ്രാങ്ക് ചെയ്താണ്. ബട്ട് അത് ആ ഫ്ലോറിൽ എല്ലാവരും അറിഞ്ഞിട്ടാണ് ചെയ്തത്. ബട്ട് ഞാനത് റോള് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവർ റോളും കട്ട് ചെയ്തില്ല. ഇത് അങ്ങനെ ലൈവായിട്ട് പോയി. ആ ഒരു പ്രാങ്കിനകത്ത് വന്ന് പെട്ടു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് പോയി കുറച്ച് നേരത്തേക്ക്. ഞാൻ അപ്പൊ അവര് അത് കഴിഞ്ഞ ചാറ്റിൽ പറഞ്ഞു ഇതിന് വേണമെങ്കിൽ 2 മാസമായിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന്റെ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഇവര് എന്നെ പ്ലാനിങ് 2 മാസമായിട്ട് നടക്കുകയായിരുന്നു. അപ്പൊ ഞാനത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. പതിവില്ലാതെ എന്തൊക്കെയോ നടക്കുന്നു കാണുമ്പോ ഞാൻ ആദ്യം ഇടപെടാതിരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നമ്മൾ അതിനൊക്കെ ഇറങ്ങിച്ചെന്ന് അവസാനം ചീത്തേക്ക് വിളിക്കേണ്ടി വന്നു. ഓക്കെ, സ്റ്റാർ മാജിക്കിനെ പറ്റിയിട്ടുള്ള ഒരു കമന്റ് പറയാം കേട്ടോ. കമന്റ് വായിച്ചതാണ് ഞാൻ. അതിന്റെ സ്റ്റാർ മാജിക് അല്ല, നല്ല കമന്റാ. താഴേക്കിടയിൽ കിടന്നിരുന്ന പച്ചയായ നല്ല ഉഗ്രൻ കലാകാരന്മാരെ കൈ പിടിച്ചുയർത്തിയ ദൈവപുത്രനാണ് നമ്മുടെ ഡയറക്ടർ അനൂപ് ജോൺ. ദൈവപുത്രനൊന്നല്ല, പാവപ്പെട്ട ഒരു മനുഷ്യൻ. ഇത് ഈ സ്റ്റാർ മാജിക്കിന്റെ കോൺസെപ്റ്റ് എവിടെ നിന്നായിരുന്നു? ആക്ച്വലി ഇതുപോലെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാവരും. പക്ഷെ അവർക്കൊന്നും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, അവർ കൂടുതലും എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോസിലേക്കാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവരെ കൊണ്ടുവന്ന് ഇതുപോലെ ടിവിയിൽ ഒരു ഷോ ചെയ്യാന്നുള്ള കോൺസെപ്റ്റ് ആക്ച്വലി ഒരു ഓണം ഷോ മാത്രമായിരുന്നു. ഒരു 8 എപ്പിസോഡുള്ളൂ. അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ 4 എപ്പിസോഡ് ആക്കി. ഹാഫ് ആൻ അവർ വെച്ച് ഓണത്തിന് വിടാനുള്ള, നമ്മൾ ഈ ഓണക്കാലഘട്ടത്തിലൊക്കെ ഓണത്തിന് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ വെച്ച് കുറച്ച് ഗെയിം ചെയ്യുക, ഉറിയടി, വടംവലി, ഇതൊക്കെ ആയിരുന്നു ഉള്ളൂ പ്ലാനിങ്. ആ ഒരു പ്ലാനിങ്ങിൽ അപ്പൊ ഞാൻ ആക്ച്വലി ആ സമയത്ത് വീട്ടമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മലയാളി വീട്ടമ്മ. ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഗെയിമൊക്കെ വെച്ച് സംഭവം ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ ഓണമായി കഴിഞ്ഞാൽ എല്ലായിടത്തും കുറച്ച് ഉറിയടിയും കുറച്ച് പൂക്കളൊക്കെ ഇട്ട് കുറച്ച് നല്ല സാരിയും മുണ്ടൊക്കെ വെച്ച് കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിരുന്നു. അപ്പം ഞാനത് പെട്ടെന്ന് ആ സമയത്തൊക്കെ നല്ല ചൂടൊക്കെ ആയിരുന്നു. കുറച്ച് നേരത്തെയാണ് പ്ലാൻ ചെയ്തത്. അത് ഒരു 8-10 എപ്പിസോഡൊക്കെ ഈ വെയിലത്ത് എടുക്കൽ ഒട്ടും പോസിബിൾ അല്ല, ആരും ഇരിക്കത്തുമില്ല. ഒരു എപ്പിസോഡൊക്കെയാണ് എടുക്കുക. അപ്പം ഞാൻ പറയുന്ന ഫ്ലോറിലൊക്കെ ചെയ്താലോ എന്ന് ചോദിച്ച് എന്നാൽ ഫ്ലോറിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ ഐഡിയാസും കുറച്ചും കൂടെ മാറി വേറെ ഏതൊരു ഷോ ആയി തുടങ്ങിയത്.
ബട്ട് ആക്ച്വലി ഒരു തമാശക്ക് ചെയ്ത പരിപാടിയായിരുന്നു. പക്ഷെ അത് കേറി അങ്ങ് click ആയി. ഓണത്തിന് അത് നട്ടുച്ചയ്ക്ക് കൊണ്ടിട്ട് റേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ ആക്ച്വലി ഓണം കഴിഞ്ഞ ഒരു ചെറിയ വെക്കേഷൻ എടുത്ത് പുറത്ത് പോയി കയറുന്നു. പുറത്ത് സമയത്ത് സാറ് വിളിച്ച് പറഞ്ഞു അത് റേറ്റിംഗ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നത്. അപ്പൊ ഞാൻ സ്വന്തം കുഴി ഒഴിച്ചാലേ അപ്പൊ ഇതിന്റെ കൂടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അനൂപ നീ ഇത് ഏറെ ഏതോ രീതിയിലേക്ക് എത്തിച്ചോണ്ടിരിക്കുകയാണത്, ചിലപ്പോ ഇത് സ്ഥിരമാവാനുള്ള ചാൻസ് ഉണ്ട്, ഇത് ഓണം പരിപാടിയിൽ അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ നമ്മളൊരു വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് കൃത്യമായിട്ടും പണിയെടുത്ത് വീട്ടിൽ പോവാ, അത്ര ആലോചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് അതിൽ സക്സസ് ആയി. അപ്പൊ എല്ലാവരും കൂടെ, ഞാനും ഇപ്പോൾ ടീമിലുള്ള എല്ലാവരുടെ അടുത്തും അങ്ങനെ സംസാരിക്കും, നമുക്ക് അത് ചെയ്ത് ചെയ്യാന്നൊക്കെ പറയും, എല്ലാവരുടെയും ഇൻപുട്ടൊക്കെ എടുത്ത് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഷോ ആയിരുന്നു അത്. പെട്ടെന്നായിരുന്നു അതിന്റെ ഡീവിയേഷനൊക്കെ മാറി ഇപ്പൊ സ്റ്റാർ മാജിക് ആയി. സ്റ്റാർ മാജിക് എന്ന പരിപാടിയുടെ അമരക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അനൂപ് ജോണിനെ പറയാം. എല്ലാവർക്കും ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിന് എന്നും ഒരുപിടി ആരാധകർ ഉണ്ടായിരുന്നു. ലക്ഷ്മി നക്ഷത്രയുടെ അവതരണവും ആ സ്ക്രീനിലെ ഓരോരുത്തരുടെയും പെർഫോമൻസും ഇന്നും മലയാളികൾ ഏറ്റെടുക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ സ്റ്റാർ മാജിക്കിനുള്ളിൽ ചില അറിയാക്കഥകളുമുണ്ട്. പലരെയും അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, പലരോടും അടുപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല രഹസ്യങ്ങളും സ്റ്റാർ മാജിക്കിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണ് സ്റ്റാർ മാജിക്കിന്റെ അമരക്കാരൻ അനൂപ് ജോൺ.